ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഇട്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ രാവിലെ നമ്മൾ എണീറ്റപ്പോൾ കുറച്ച് വൈകി, പക്ഷേ ഉമ്മച്ചി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചണിൽ നല്ല തകൃതിയായ പണിയിലാണ്. കുടിവെള്ളം തിളപ്പിക്കലും ചോറിനുള്ള വെള്ളം തിളപ്പിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആൾ ബിസിയാണ്. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു രാവിലത്തെ ക്ലൈമറ്റ് ആസ്വദിക്കലാണ് കേട്ടോ ഇപ്പം എൻ്റെ പണി. അപ്പോൾ ഈ ഒരു കല്ല് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ കാസർഗോഡ് പൊതുവേ ഉള്ള ഒരു ഡിഫറൻസ് കാണുന്നത് ഈ ഒരു കല്ലിലാണ് കേട്ടോ. നമ്മളെ ബേക്കൽ കോട്ടയൊക്കെ ഇല്ലേ, അതൊക്കെ പണിതിട്ടുള്ളത് ഈ ഒരു കല്ലിലാണ്. ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു കല്ല് തന്നെ ഒരു 25 kg വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഞാനത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ മതിലിൻ്റെ അടുത്ത് വന്നപ്പോൾ അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഉമ്മച്ചിത കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചെടികൾക്കൊക്കെ ഇനി വെള്ളം നനയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു മാവിൻ്റെ തൈയൊക്കെ കാണിച്ചു തരികയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മാങ്ങയുടെ തൈയാണിത്. അപ്പോൾ അതിലേക്ക് പഴയ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വളമായിട്ട്. പിന്നെ ഇതാ ചക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ചക്ക വറ്റലൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇപ്പോൾ പഴുത്ത ചക്കയും ഇടയ്ക്ക് കഴിച്ചു. മക്കളും ഇത് എണീറ്റിട്ടുണ്ട്. അവർ ഇതാ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. കുറച്ച് നേരം അങ്ങനെ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞാനിപ്പോൾ ഇതാ വീണ്ടും ഉമ്മച്ചിയുടെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറച്ച് ബീഫൊക്കെ ഇതാ ഉമ്മ പുറത്തെടുത്ത് വെക്കുകയാണ്, തണുപ്പ് മാറിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ചെടികളൊക്കെ നനയ്ക്കലാണ് കേട്ടോ ആളുടെ പരിപാടി. രാവിലെ തന്നെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കും. അപ്പോൾ വലിയ മരങ്ങൾക്കും തെങ്ങിനും ഒക്കെ വെള്ളം കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ചെടികൾക്ക് മാത്രമല്ല, അപ്പോൾ വലുതിനും അങ്ങനെ നനച്ചു കൊടുക്കും. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എത്രത്തോളം ചെടികൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ അതുപോലെ അവർ സ്നേഹം തിരിച്ചിങ്ങോട്ട് പൂക്കളായിട്ടും കായ്കളായിട്ടും ഒക്കെ തരുമല്ലോ. അപ്പോൾ ഉമ്മച്ചിയുടെ അത്രയും ഒരു കൃഷിയോടുള്ള താല്പര്യം എനിക്കില്ല, എങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ നടാനും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ. അപ്പം ഇത് റംബൂട്ടാനാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. പിന്നെ തൊട്ടപ്പുറത്തുള്ള ചേച്ചിയുടെ വീടാണ് കേട്ടോ. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് റിനോവേഷൻ ചെയ്യുന്നതാണ് കേട്ടോ അത്. ഉമ്മച്ചിയുടെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചെടി കണ്ടോ, ഇതിൻ്റെ പുറത്ത് കാണുന്നതിനേക്കാളും ഇലയുടെ അടിഭാഗമാണ് കേട്ടോ കൂടുതൽ ഭംഗി. നല്ല ഡാർക്ക് പിങ്ക് നിറമൊക്കെ ആയിട്ട്. ഇതും അതുപോലൊരു പിങ്ക് കളറുള്ള ചെടി തന്നെയാണ്, പക്ഷേ ഇതിൽ ഒരു കറയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മോളാണത്. വീടിന് ചുറ്റും നടക്കൽ തന്നെയാണ് കേട്ടോ പിന്നെ അവൾക്ക് പണി. പിന്നെ അന്ന് നമ്മൾ തേങ്ങ അടുത്തില്ലേ, അതിൽ കുറച്ച് കരിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കരിക്കൊക്കെ പിന്നെ തേങ്ങയായിപ്പോയി. അത് അങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അത് പൊട്ടിച്ചെടുത്തിരുന്നെങ്കിൽ കരിക്കായിട്ട് തന്നെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പോൾ കുറച്ച് തേങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് പൊളിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ ആ ഒരു തേങ്ങ പൊലിക്കുന്ന യന്ത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ പൊലിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരിക്ക് കഴിക്കാൻ പറ്റാതെ കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ മോൾക്ക് അങ്ങനെ പൊട്ടിച്ച് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തുടങ്ങാണ്. രാവിലെ ഇന്ന് പൂരിയും ബീഫുമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ബീഫിൻ്റെ പരിപാടിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഞാൻ പൂരിയുടെ മാവൊക്കെ ഒന്ന് കുഴച്ച് പരത്താൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ മോൾക്ക് ഒരെണ്ണം പരത്തണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. അങ്ങനെ പൂരിയും ബീഫ് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മായും എൻ്റെ ചെറിയ മോളും കൂടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എണ്ണയൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ മുഹമ്മദ് കുട്ടി എന്നാണ് കേട്ടോ ഒരു കടക്കാരൻ്റെ പേര്. നമ്മൾ മമ്മൂട്ടി എന്നാണ് കേട്ടോ വിളിക്കാറുള്ളത്. അപ്പോൾ മമ്മൂട്ടീൻ്റെ കടയിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ പോവുകയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ തിരിച്ചെത്തി. അപ്പോൾ മോള് കൂടെ പോയതല്ലേ, അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും കൂടി ഉമ്മ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമ്മളെ കുഞ്ഞുനാളിലെ കഴിച്ചിട്ടുള്ള ആ ഒരു മിഠായികളും ലോലിപോപ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവർ വാങ്ങിയത്. അപ്പോൾ ലോലിപോപ്പൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു, തണുപ്പ് പോകണ്ടെന്ന് കരുതിയിട്ട്.
പിന്നെതാ എണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിയതിനോടൊപ്പം ഉമ്മ പിന്നെതാ ഇതുപോലുള്ള സാധനങ്ങളാണ് കേട്ടോ കൂടുതലും വാങ്ങാറുള്ളത്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വരുന്നതാണ്. ഇക്കയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു മരച്ചിനി വറ്റൽ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയോടൊപ്പം ആ ഒരു വറ്റലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ പിന്നെ എല്ലാവരും കട്ടനും ആ ഒരു മരച്ചിനി വറ്റലും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കുള്ള ലഞ്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇവിടെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ ചീര ഉപ്പേരിയും കണവ തോരനും പിന്നെ മോരുകറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടിക്കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഉമ്മ രാത്രിയത്തേക്കും പിറ്റേന്ന് രാവിലത്തേക്കുള്ള അപ്പത്തിൻ്റെ മാവും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നും ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചത്. ഉമ്മയുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ റൂ ഹഫ്സ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോമ്പിൽ എപ്പോഴും ഈ ഒരു മഹബത്ത് കാ ഷർബത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും ഉമ്മാക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തണ്ണിമത്തനും ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല കളറും നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയൊക്കെ കുറക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നല്ല തണുത്ത പാലും ചേർത്ത് കൊടുത്തു. ഇനിതാ ഈ ഒരു റൂ ഹഫ്സ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ജസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം അതിലേക്ക് കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിനകത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും 2 സ്പൂൺ ചേർത്ത് കൊടുത്തു. അതുണ്ടെങ്കിൽ ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇനിയിപ്പം മിൽക്ക് മെയ്ഡിൽ മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു കസ്കസൊക്കെ കുടിക്കാൻ നേരത്ത് നല്ല പാകമായിട്ട് വരും. അങ്ങനത്തെ ഒരു മഹബത്ത് കാ ഷർബത്ത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പം എല്ലാവരും കൂടിയിട്ട് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു മോരുകറിയും കണവ തോരനും പിന്നെ ഇന്നലത്തെ ഫിഷ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ചീരത്തോരനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഉച്ചഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ കാസർഗോഡേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഫിലിം കാണാനാണ് പ്ലാൻ. പുതിയ ബസ് സ്റ്റാൻഡിൽ ആ ഒരു കണ്ണാശുപത്രിയുടെ അടുത്തുള്ള മൂവി മാക്സ് തിയേറ്ററിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ പിന്നെ മുസ്ലിംസ് ഒന്നും അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഫിലിമൊന്നും കാണൂല എന്നൊക്കെ ഒരു കൂട്ടർ പറയാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു ചിന്തയിലൊക്കെയാണ് കേട്ടോ നമ്മൾ പോണത്. പിന്നെ ഉമ്മച്ചി ഒറ്റയ്ക്ക് എന്തായാലും തിയേറ്ററിലൊന്നും പോയിട്ട് ഫിലിമൊന്നും കാണാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളുള്ളത് കൊണ്ട് എന്തായാലും ഉമ്മച്ചിയും കൂടെ കൂട്ടിയിട്ട് ഒരു ഫിലിമൊക്കെ കാണാമെന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. ആവേശം മൂവി എന്തായാലും ഇപ്പം എല്ലാവരും കാണുകയാണല്ലോ, അപ്പോൾ അത് നമുക്ക് കാണാമെന്നുള്ള പ്ലാനോട് കൂടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് ആ ഒരു ചിന്ത ഉണ്ട് കേട്ടോ, അങ്ങനെ ആരും വരില്ല, ഇവിടെ മുസ്ലിംസ് ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എന്നോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. തിയേറ്ററൊക്കെ നല്ല അടിപൊളി തിയേറ്ററാണ്, നല്ല സെറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലിക്ക് വരാൻ പറ്റിയ നല്ല തിയേറ്റർ ഏതാണെന്നൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പം നേരത്തെ ഷോ വിട്ടിട്ടില്ല, അപ്പം അതിനു വേണ്ടി നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ചിന്തകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ആ ഒരു ഡോറ് തുറന്നപ്പോൾ പുറത്തേക്ക് ഒഴുകി വന്നത് കംപ്ലീറ്റ് മുസ്ലിംസ് ആയിരുന്നു കേട്ടോ. പർദ്ദയിട്ട മുസ്ലിം പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു കേട്ടോ. അള്ളാ ഉമ്മ സൗദിയൊക്കെ തുറന്നു വിട്ട പോലെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ചിരിയാണ് കേട്ടോ വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ചിരി അമർത്തി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും വീണ്ടും അങ്ങനെ പർദ്ദയിട്ട സുന്ദരികളുടെ പ്രവാഹമായിരുന്നു. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് നമ്മൾ കാണാൻ പോണ ആ ഒരു ഷോയ്ക്കും നിറയെ മുസ്ലിംസ് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഫാമിലി ആയിട്ടും അല്ലാതെയും ഒക്കെ അവരും ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റിങ്ങിലാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ട കാസർഗോഡിനേക്കാളും ഒരുപാട് മാറ്റം വന്ന പുതിയ കാസർഗോഡിനെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത അത്ഭുതമാണ് കേട്ടോ തോന്നിയത്. ഇനിയിപ്പം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സമയമായി. അപ്പോൾ പിന്നെ മോള് പോയിട്ട് കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിയിട്ട് വന്നു, നമുക്ക് ഉള്ളിൽ കയറിയതിനു ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ തിയേറ്ററിനുള്ളിലേക്ക് കടന്നു. അപ്പോൾ ആവേശത്തിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടില്ല, നമ്മൾ പിന്നീട് അത് നാട്ടിൽ പോയിട്ട് കാണാമെന്നൊക്കെ കരുതി.
എന്നിട്ട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള മൂവിയാണ് കേട്ടോ കണ്ടത്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആയിരുന്നു കേട്ടോ ആ മൂവി. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഒരു സിനിമ കാണുന്നതിനേക്കാളും എന്തുകൊണ്ടും വ്യത്യസ്തവും പിന്നെ വൈബും ഒക്കെ ആണല്ലോ നമ്മൾ പുറത്ത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ. അങ്ങനെ ഉമ്മായും നല്ലോണം എൻജോയ് ചെയ്തു. ഫിലിം കഴിഞ്ഞപ്പോഴേക്കും 7-7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തി. വെള്ളയപ്പത്തിനുള്ള മാവ് ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി വെച്ചതുകൊണ്ട് അത് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചുട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് കറി നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പോണതിന് മുമ്പ്. അങ്ങനെ ഇക്കാക്കുള്ള ഫുഡ് കൊടുത്തു. പിന്നെ ആ ഒരു മൊഹബത്ത് കാ ഷർബത്തൊക്കെ നല്ല തണുത്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ കുടിച്ചതിന് ശേഷം ബാക്കി വന്നതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു അപ്പത്തിൻ്റെ ബാറ്ററും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും നാളെ രാവിലെ എടുക്കാമെന്ന് കരുതിയിട്ട് അതും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ചെറുതായിട്ട് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനും ഉമ്മായും മക്കളൊക്കെ അതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ചോറാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഉച്ചക്കത്തെ കണവത്തോരനും ചീരത്തോരനും മോര് കറിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ രാത്രി ഡിന്നർ കഴിച്ചു. പിന്നെ ബാക്കി ദിവസങ്ങളൊക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഉമ്മാടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കലും അങ്ങനെ സംസാരിച്ചിരിക്കലും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വേറെ എവിടെയും അങ്ങനെ പുറത്തൊന്നും പോയില്ല. പിന്നെ അധികം ഡേ ഇൻ മൈ ലൈഫൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഉമ്മാടൊപ്പം ഇങ്ങനെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നല്ലേ, അപ്പോൾ അതിങ്ങനെ ഷൂട്ട് ചെയ്ത് സമയം കളയണ്ടെന്ന് കരുതി. ഇത് പിന്നെ നമ്മൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് എന്നിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് പോന്നു കഴിഞ്ഞാലും ഉമ്മയുടെ അടിച്ചു വാരലും ക്ലീനിങ്ങും തുടയ്ക്കലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ഉമ്മാക്കാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും പിന്നെ ഒന്ന് ജസ്റ്റ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതാണ്. പിന്നെ ഞാൻ എന്ത് പണി ചെയ്യുമ്പോഴും എൻ്റെ ചെറിയ മോള് വന്നിട്ട് ഇങ്ങനെ കൂടും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് തുടയ്ക്കണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ തുടച്ചിട്ട് പിന്നെ മടിയായപ്പോഴേക്കും ഇട്ടിട്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് സുബൈക്ക് രാവിലെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളും ഓതലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. നമ്മൾ വന്നതിന് ശേഷം അന്നാണ് ഭയങ്കരമായിട്ട് മഴ പെയ്തത്. അതുവരെ നല്ല ചൂടായിരുന്നു. അപ്പോൾ അതാ കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മ ചായ റെഡിയാക്കുകയാണ്, രാവിലത്തെ വെറും ചായ. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി തകർത്ത മഴയാണ് പെയ്യുന്നത്. ആ ഒരു സമയത്ത് ഇവിടെ ട്രിവാൻഡ്രത്ത് വിളിച്ചപ്പം ഉമ്മയൊക്കെ പറഞ്ഞു ഇവിടെയും നല്ല മഴയായിരുന്നു എന്ന്. എന്തായാലും പോണതിന് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ ഒരു മഴയും ആസ്വദിക്കാൻ കഴിയുന്നുള്ള സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പം അങ്ങനെ അതും ആസ്വദിച്ച് അങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഉമ്മ ഇട്ട് തന്ന ചായയും കുടിച്ചിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു ഉള്ളിൽ. പിന്നെ അതാ മക്കളും ഇക്കാക്ക് എണീറ്റതിന് ശേഷം അവർക്കുള്ള ചായയും ചൂടാക്കി കൊടുത്തു. ഇപ്പോൾ ഇന്നിപ്പോൾ കുറിക്കാനായിട്ട് ഇവിടെ നമ്മൾ കാസർഗോഡൊക്കെ കിട്ടുന്ന കാരച്ചോവില്ലേ, കാരഗഡ്ഡി എന്നാണ് കേട്ടോ ഇവിടെ പറയുക. അപ്പോൾ അതാണ് കഴിക്കാനുള്ളത്. അപ്പോഴേക്കിതാ നമ്മൾ പറിച്ച് വെച്ച ചക്കയുടെ പകുതി പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി നമ്മൾ ഫ്രൈ ചെയ്ത് ആ ഒരു പഴുത്ത ചക്കയും പിന്നെ അങ്ങനെ കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്ന് വേണം പറയാൻ. ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ചുളയൊന്നുമല്ല, എങ്കിലും രസമുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഉമ്മ ചക്കയുടെ പണിയിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞാൻ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പണികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തൊടിച്ചിട്ട് ചതച്ചൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് റവ പുട്ടാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ കർണാടകയിലുള്ള റവയുടെ ബ്രാൻഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കന്നഡയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നനച്ചെടുക്കുകയാണ്.
പിന്നെ ഉമ്മ പിങ്ക് സോൾട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒന്ന് ഉപ്പ് വെള്ളമൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ പുട്ടിനുള്ള മാവ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും ഉമ്മ ചക്കയുടെ പണിയൊക്കെ തീർത്തിട്ട് ഇതാ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ പുട്ടും കടലക്കറിയും കൂടി കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മക്കളൊക്കെ ടി വിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ചും റെഡിയാക്കി. അപ്പോൾ ഇന്ന് എല്ലാം നേരത്തെ തന്നെ ചെയ്തു വെച്ചു. അപ്പോൾ നമുക്ക് ട്രെയിനിലും കുറച്ച് ചോറ് കൊണ്ടുപോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഗീ റൈസ് റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ബീഫൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ബാറ്ററി തീർന്നിട്ട് അങ്ങനെ ഫോൺ ഓഫായി. അപ്പോൾ പിന്നെ ഞാൻ ചാർജിൽ വെച്ചു. നമുക്ക് ട്രെയിനിൽ എന്തായാലും ഫോൺ അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഫോൺ ചാർജിൽ കുത്തിയിട്ടു. പിന്നെ പോവാൻ നേരത്ത് ആണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് സിറ്റൗട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഗണേഷ് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഉച്ചയായപ്പോഴേക്കും നമ്മൾ പോകണോണ്ട് പിന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് സാജിത്തായും മക്കളും ഒക്കെ വന്നതാണ്. ഉമ്മയുടെ റിലേറ്റീവും ഫ്രണ്ടും ഒക്കെയാണ് കേട്ടോ ആള്. അപ്പം എന്തായാലും നമ്മൾ പോണ ദിവസമാണല്ലോ. അപ്പം ഇനിയിപ്പം ഉമ്മക്കധികം സംസാരമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഉമ്മ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മക്കളൊക്കെ ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോഴേക്കും ഗണേശേട്ടൻ വണ്ടിയും കൊണ്ട് വന്നു. ഇനിയിപ്പം ബാഗൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് എല്ലാം മൊബൈൽ ചാർജർ അങ്ങനത്തെയൊക്കെ എടുത്ത് വന്നപ്പോൾ ഓടി നടന്ന് അന്വേഷിക്കുന്ന ആ ഒരു തിരക്കിട്ട സമയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാറായപ്പോഴേക്കും സലാല മോള് നല്ല കമ്പനിയൊക്കെ ആയി. അപ്പോൾ മക്കൾക്ക് ടാറ്റയൊക്കെ തരികയാണ്. അപ്പോഴേക്കും വണ്ടി വന്നു. ഇനിയിപ്പോൾ അത് റിവേഴ്സ് എടുത്ത് വരികയാണ്. നമ്മൾ ബാഗൊക്കെ അതിനുള്ളിലേക്ക് വെക്കാനുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. ഉമ്മയുടെ ഫ്രണ്ടിനോടൊക്കെ സലാം പറഞ്ഞു യാത്രയൊക്കെ പറയുന്ന ആ ഒരു നിമിഷമാണ്. അവിടെ എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. ഭയങ്കര സങ്കടകരമായ ഒരു മുഹൂർത്തമാണല്ലോ ഈ ഒരു യാത്ര പറച്ചിൽ. ഒരു കൂടിച്ചേരലുണ്ടെങ്കിൽ എന്തായാലും ഒരു യാത്ര പറച്ചിലും കാണും എന്നുള്ള ആ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒറിജിനൽ തേന് ഗണേശേട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗണേശേട്ടൻ ഓർമ്മയോടുകൂടി തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അതും ബാഗിലൊക്കെ ആക്കിയിട്ട് നമ്മൾ അയൽവാസികളോടൊക്കെ യാത്ര പറഞ്ഞ് ഉമ്മച്ചിയോടും പിന്നെ ഉമ്മച്ചിയുടെ ഫ്രണ്ടിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വണ്ടി നീങ്ങുകയാണ്. ഇനിയിപ്പം ട്രെയിനിന് ടൈം ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെയോ എളുപ്പ വഴികളിലൂടെയൊക്കെ ഗണേശേട്ടൻ നമ്മളെ കൊണ്ടുപോവുകയാണ്. കാസർഗോഡ് ബാങ്ക് റോഡ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ റോഡാണ് കേട്ടോ ഇത്.
അങ്ങനെ ഒരു 3/4 മണിക്കൂറോളം യാത്ര ചെയ്തതിന് ശേഷം നമ്മളിതാ വെളങ്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ നല്ല പണി നടക്കുകയാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുകളിലായിട്ട് വണ്ടി നിർത്തേണ്ടി വന്നു. എന്നിട്ട് പിന്നെ ലഗേജൊക്കെ നമ്മൾ അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാനുണ്ടായത്. ഇനിയിപ്പോൾ മക്കൾ ട്രെയിനിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡിനോട് വിട പറഞ്ഞിട്ട് നമ്മുടെ ഒരാഴ്ചത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. ഇനിയിപ്പോൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് വീട്ടിലേക്ക് പോവുകയാണ്. മക്കളുടെ അവധിക്കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്കൂളും മദ്രസയൊക്കെ തുറക്കാനായി. അപ്പോൾ പിന്നെ വേഗം ഇനിയിപ്പോൾ വീടെത്താനുള്ള ഒരു തത്രപ്പാടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ടോ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടൊക്കെ വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.